വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് റിലേഷൻസ് ഫസ്റ്റ് എക്സസൈസിൽ ഒരു 4 ക്വസ്റ്റ്യൻ കൂടെ നോക്കണം. നോക്കിയിട്ട് നമുക്ക് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും പഠിക്കണം, നന്നായിട്ട് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഫങ്ഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എല്ലാം ഞാൻ നോട്ട് ചെയ്യും. അത് MCQനൊക്കെ ചോദിക്കാമെന്നായിരിക്കും. പിന്നെ ഫസ്റ്റ് എക്സസൈസ് അത്രയും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 9. A is equal to set x such that x element is at 0 less than or equal to x less than or equal to 12 given by AB. Mod A minus B is a multiple of 4. കണ്ടീഷൻ ഇതാണല്ലോ, മോഡ് A മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. മോഡ് A മൈനസ് സി 0. 0 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മോഡ് A മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? എ ബി ഉണ്ട് അല്ലേ. A മൈനസ് എ 0, 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. therefore A കോമ A element R implies R is reflexive. AB element R. നമുക്ക് എ എലമെൻറ്റ് ക്യാപിറ്റൽ, ഇവിടെ സെറ്റ് പേര് തന്നിട്ടുണ്ടല്ലോ, ക്യാപിറ്റൽ എ കോമ ബി എലമെൻറ്റ് ക്യാപിറ്റൽ എ. ഓർഡേഡ് പെയർ എ ബി എലമെൻറ്റ് ആർ ഇംപ്ലൈസ് മോഡ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മോഡ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ മോഡ് ബി മൈനസ് എ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ. ഇപ്പോൾ 2 മൈനസ് 6 മൈനസ് 4, മൈനസ് 4 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അതേപോലെ തന്നെ 6 മൈനസ് 2 എന്താ? ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 2 4 ആണ്. ഇവിടെ എ മൈനസ് ബി എന്നുള്ളത് നമ്മൾ തിരിച്ചെഴുതിയാലും എന്ത് വരും? മൾട്ടിപ്പിൾ ഓഫ് 4 ഇംപ്ലൈസ് മോഡ് ബി മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മോഡ് ബി മൈനസ് എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താ? ബി കോമ എ എലമെൻറ്റ് ആർ. എ ബി എലമെൻറ്റ് ആർ ഇംപ്ലൈസ് ബി എ എലമെൻറ്റ് ആർ. നമുക്ക് എന്താ പറയുക? therefore R is symmetric. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് നോക്കണം. എ കോമ ബി കോമ സി എലമെൻറ്റ് എ ബി എലമെൻറ്റ് ആർ. നമ്മൾ ബിയിൽ തുടങ്ങണം. ബി സി എലമെൻറ്റ് ആർ. നമുക്ക് എന്ത് പറയാം? മോഡ് എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആൻഡ് മോഡ് ബി മൈനസ് സി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മോഡ് എ മൈനസ് ബി ആൻഡ് മോഡ് ബി മൈനസ് സി ആർ മൾട്ടിപ്പിൾസ് ഓഫ് 4. മൾട്ടിപ്പിൾസ് ഓഫ് 4 ആയിട്ടുള്ള രണ്ട് നമ്പർ, ഇപ്പോൾ 2ഉം 8ഉം 4ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12. 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മോഡ് എ മൈനസ് സി is equal to a minus b plus b minus c. therefore mod a minus c is a multiple of 4. implies a comma c element R. A B element R, B C element R, we get A C element R. therefore R is transitive. Therefore
R is transitive. So R is an equivalence relation. റിഫ്ലെക്സീവ് ആണ്, സിമ്മെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇതിൽ റൈറ്റ് ഓൾ ദ എലിമെൻറ്റ്സ് ഓഫ് ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ എലിമെൻറ്റ്സ് റിലേറ്റഡ് ടു 1 എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടീഷൻ തന്നിരിക്കുന്നത്? A മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ഇത്രയും എലിമെൻറ്റ് തന്നിട്ടുണ്ട്. 1 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലിമെൻറ്റ്. സെറ്റ് ഓഫ് എലിമെൻറ്റ്സ് റിലേറ്റഡ് ടു 1. നമുക്ക് ഏതെഴുതാം? 1 തന്നെ എഴുതാം അല്ലേ. 1 മൈനസ് 1 എന്താ? 0. 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. പിന്നെ നമുക്ക് ഏതെഴുതാം? 5. 1 മൈനസ് 5 -4. അബ്സല്യൂട്ട് വാല്യൂ 4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 9. ഇനി അടുത്തത് 13 ആണ്. പക്ഷെ 13 ഇവിടെ ഇല്ല. അതിൻ്റെ സെക്കൻഡ് പാർട്ട് A ഈസ് ഈക്വൽ ടു ബി സിമ്പിളാണ്, നിങ്ങൾക്ക് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അടുത്തത് 10th എക്സാമ്പിൾസ്. Question number 10. 1. Give an example of a relation which is symmetric but neither reflexive nor transitive. Symmetric ആയിരിക്കണം, എന്നാൽ എന്തായിരിക്കണം? റിഫ്ലെക്സീവ് ആവരുത്, ട്രാൻസിറ്റീവ് ആവരുത് അല്ലേ. നമുക്കെപ്പോഴും നമുക്ക് ഒരു ചെറിയൊരു സെറ്റ് വെച്ചിട്ട് പറയാം. സെറ്റ് 1 2 3 എന്ന് എഴുതുക. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഓരോ എക്സാമ്പിൾ എഴുതാം. സിമ്മെട്രിക് ആയിരിക്കണം അല്ലേ. നമുക്ക് 1 3 അല്ലെങ്കിൽ 1 2 2 1 ഏതെങ്കിലും എഴുതാം. ഓക്കെ. 1 3 തിരിച്ചാൽ എന്ത് വരും? 3 1. 3 1 തിരിച്ചാൽ 1 3 സിമ്മെട്രിക്കാണ്. ഇനി 1 3 എലമെൻറ്റ് R, 3 1 എലമെൻറ്റ് R implies 1 1 not an element of R അല്ലേ. implies വേണ്ട, ബട്ട് ഇവിടെ 1 1 ഇല്ലല്ലോ, അതുകൊണ്ടാണിത് ട്രാൻസിറ്റീവ് അല്ലാത്തത്. ഇനി 1 1 നോട്ട് ആൻ എലമെൻറ്റ്. ഇതൊന്നും നിങ്ങൾക്ക് എഴുതണ്ട, നിങ്ങളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. എങ്ങനെ വന്നു എന്ന് ഞാൻ പറയുന്നു. 1 1 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് R, അതുകൊണ്ടിത് റിഫ്ലെക്സീവ് അല്ല. ഇവിടെ 1 3ക്ക് വരും 1 2 2 1 അങ്ങനെ, അല്ലെങ്കിൽ 2 3 3 2 അങ്ങനെയൊക്കെ എഴുതാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഞാനെല്ലാം ഈ ഒരു ചെറിയൊരു സെറ്റ് 1 2 3 അത് വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. അടുത്തത് ട്രാൻസിറ്റീവ് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമ്മെട്രിക്. ട്രാൻസിറ്റീവ് ആയിരിക്കണം, റിഫ്ലെക്സീവ് ആവരുത്, സിമ്മെട്രിക് ആവരുത്. സെറ്റ് 1 3 3 1 1 1 2 3 3 2 2 3 2 1. നമുക്കിവിടെ ട്രാൻസിറ്റീവ് ആകാവും അല്ലേ. ട്രാൻസിറ്റീവ് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോ. ഇവിടെ 2 2 ഇല്ലല്ലോ, അപ്പോൾ ഇത് റിഫ്ലെക്സീവ് അല്ല. 1 3 3 1 1 1 ട്രാൻസിറ്റീവാണ്. പിന്നെ 3 1 1 1 3 1 അതിവിടെയുണ്ട്. 2 3 3 1 2 1 ഉണ്ട്. നമുക്ക് റിഫ്ലെക്സീവ് അല്ല, 1 1 ഇല്ല. ഇനി സിമ്മെട്രിക്ക് 2 3 തിരിച്ചാൽ എന്ത് വരും? 3 2 ഇവിടെ ഇല്ല. അപ്പോൾ റിഫ്ലെക്സീവ് അല്ല, സിമ്മെട്രിക് അല്ല. 2 1 1 1 2 1 ഉണ്ട്. 2 3 3 1 2 1 ഉണ്ട്. 1 3 3 1 1 1 ഉണ്ട്. അപ്പോൾ അതെല്ലാം ട്രാൻസിറ്റീവാണ്. ഇനി അടുത്തത് റിഫ്ലെക്സീവ് ആൻഡ് സിമ്മെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് ആയിരിക്കണമെങ്കിൽ 1 1 2 2 3 3. പിന്നെ നമുക്ക് സിമ്മെട്രിക് ആയിരിക്കണം, എന്നാൽ ട്രാൻസിറ്റീവ് ആകരുത്.
1 3 3 1 2 3 3 2. Okay. 1 1 2 2 3 3. Every element is related to its reflexive eye. 1 3 തിരിച്ചിട്ട് 3 1 2 3 3 2. സിമെട്രിക് ആയി. ഇവിടെ നോക്കി 1 3 3 2. 1 2 ഉണ്ടോ? ഇല്ല. ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഏതെങ്കിലും ഇപ്പോൾ ചിലത് കാണും. ഇപ്പോൾ 1 3 3 1 1 1 ഉണ്ട്, പക്ഷേ 1 3 3 2 ഉണ്ട്, പക്ഷേ 1 2 ഇവിടെ ഇല്ല. അങ്ങനെയൊന്നും നമുക്കെന്ന് പറയാം. ഏത് എലിമെൻ്റ് എടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ 1 3 3 2 1 2 ഇല്ല, നമുക്കെന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇപ്പോൾ 3 1 തിരിച്ചാൽ 1 3 ഉണ്ട്, 2 3 തിരിച്ചാൽ 3 2 ഉണ്ട് അല്ലേ? ഇത് റിഫ്ലെക്സീവാണ്, സിമെട്രിക് ആണ്, പക്ഷേ ട്രാൻസിറ്റീവ് അല്ല. Question number 4. റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. റിഫ്ലെക്സീവ് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം, എന്ന് സിമെട്രിക് ആവരുത്. 2 2 3 3 1 2. ഓക്കെ, റിഫ്ലെക്സീവാണ്, നിങ്ങൾക്ക് കണ്ടറിയാലോ. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ഇത് സിമെട്രിക് ആവരുത്. ഇപ്പോൾ 1 2 തിരിച്ചാൽ 2 1 ഇല്ല, സിമെട്രിക് അല്ല. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. 1 1 1 2 1 2 ഉണ്ട്, 1 2 2 2 1 2 ഉണ്ട്. പിന്നെ വേറെ ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാനില്ല. ഇപ്പോൾ സിമെട്രിക് അല്ല, സോറി റിഫ്ലെക്സീവാണ്, ട്രാൻസിറ്റീവാണ്, പക്ഷേ സിമെട്രിക് അല്ല. Question number 5. Symmetric and transitive but not reflexive. 1 1 1 2 2 1 2 2. ഇവിടെ 3 3 ഇല്ല അല്ലേ? റിഫ്ലെക്സീവ് അല്ല. റിഫ്ലെക്സീവ് ആയിരിക്കണമെങ്കിൽ 1 1 2 2 3 3, അത് മൂന്നും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലും 3 3 ഇല്ല, അപ്പോൾ റിഫ്ലെക്സീവ് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം. ഇവിടെ 1 2 തിരിച്ചാൽ എന്ത് വരും? 2 1. 1 1 2 2 തിരിച്ചാൽ അത് തന്നെ വരും. പിന്നെ 1 1 1 2 1 2 ഇവിടെയുണ്ട്. 1 2 2 1 1 1 ഇവിടെയുണ്ട്. 2 2 2 1 2 1. ഇപ്പോൾ ട്രാൻസിറ്റീവാണ്, സിമെട്രിക് ആണ് അല്ലേ? പക്ഷേ റിഫ്ലെക്സീവ് അല്ല. Question number 12. A is the set of all triangles. A is the set of all triangles. R is equal to ordered pair T1 T2 such that T1 is similar to T2. ഇതാണ് കണ്ടീഷൻ അല്ലേ? T1 എലമെൻറ്റ് എ എന്ന് എടുക്കാം. നമുക്കറിയാം, നിങ്ങൾ 9th 10th ഒക്കെ പഠിച്ചിട്ടില്ലേ? എവരി ട്രയാങ്കിൾ ഈസ് സിമിലർ ടു ഇറ്റ് സെൽഫ്, കോൺഗ്രുവൻ്റ് ടു ഇറ്റ് സെൽഫ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ സിമിലർ ആണ് ചോദിച്ചിരിക്കുന്നത്. എവരി ട്രയാങ്കിൾ ഈസ് സിമിലർ ടു ഇറ്റ് സെൽഫ്, അത് അതിനോട് തന്നെ സിമിലറാണ്. T1 ഈസ്, നിങ്ങൾക്ക് സിമ്പിളില്ല അവിടെ, നമുക്ക് വേർഡ് തന്നെ എഴുതാം. T1 ഈസ് സിമിലർ ടു T2. സോറി, T1 implies T1, T1 element R implies R is reflexive. T1 element എയിലുള്ള ഒരു ട്രയാങ്കിൾ. T1 is similar to T1 implies T1, T1 element R. So R is reflexive.
T1 T2 element A, T1 T2 element R. എന്താ കണ്ടീഷൻ തന്നിരിക്കുന്നത്? T1 ഈസ് സിമിലർ ടു T2. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു പി ക്യു ആർ. നമുക്ക് തിരിച്ച് പറഞ്ഞുകൊണ്ട് ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന പോലെ T2 ഈസ് സിമിലർ ടു T1. That is T2 T1 element R. Implies R is symmetric. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് കൂടെ. T1 T2 T3 element A, 3 ട്രയാങ്കിൾ. T1 T2 element R, T2 T3 element R. Implies T1 is similar to T2 and T2 is similar to T3. T1 T2 സിമിലർ ആണ്, T2 T3 സിമിലർ ആണ്. നമുക്ക് എന്ത് പറയാം? T1 ഈസ് സിമിലർ ടു T3. Implies T1 T3 element R. Therefore R is transitive. Therefore R is an equivalence relation. Equivalence relation. ഇനി ഇവിടെ പറയുന്നുണ്ട് 3 ട്രയാങ്കിൾ നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ട്. T1 3 4 5. നിങ്ങൾ 9th പഠിക്കുന്നുണ്ടല്ലോ. If to 9th 10th ആയിട്ടാണ് പഠിക്കുന്നത്. പിന്നെ CBSE-കാർക്ക് 10th, സ്റ്റേറ്റുകാർക്ക് 9th സിമിലാരിറ്റി. If two triangles are similar, sides are proportional അല്ലേ? ഇപ്പം T1 സൈഡ്സ് തന്നിരിക്കുന്നത് 3 4 5. ട്രയാങ്കിൾ T2 5 12 13. T3 6 8 10. 3 by 6, 4 by 8, 5 by 10, each is equal to 1 by 2. All sides are proportional. Therefore, T1 is similar to T3. So, T1 is related to T3. Question number 50. അത് MCQ ആണ്. R is equal to 1 2 ordered pair 1 2 2 1 2 2 1. 1 1 4 4 1 3 3 3 3 2. റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. ഇവിടെ സെറ്റ് 1 2 3 4 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം റിഫ്ലെക്സീവ് ആണെന്ന് നോക്കാം. 1 1 2 2 3 3 4 4 എല്ലാം റിഫ്ലെക്സീവ് ആണ് അല്ലേ? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. പിന്നെ സിമെട്രിക് ആണെന്ന് നോക്കാം. 3 2 ഉണ്ട്, പക്ഷേ 2 3 ഇല്ല. ഇതിനകത്ത് ഓപ്ഷൻ വരുന്ന ഏതാണ്? റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. സിമെട്രിക് അല്ല, ഇതിന് ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യാം. 3 3 3 2
3 2 ഉണ്ട്. 1 1 1 2 1 2 സോറി 1 2 ഉണ്ട്. 1 1 1 2 1 2 ഉണ്ട്. പിന്നെ 1 2 2 2 1 2 1 1 1 3 1 3 ട്രാൻസിറ്റീവാണ്, പക്ഷെ സിമെട്രിക്കൽ അല്ലേ. ഇവിടെ ഏതാ വരുന്ന ഓപ്ഷൻ? ഓപ്ഷൻ ബി ആൻസർ. Let R be the relation of AB. A is equal to B minus 2. B greater than 6. ഇവിടെ ഓപ്ഷൻ വരുന്നത് ഏത് വരും? 6 8. ഓപ്ഷൻ സി. 8 minus 2 6. പിന്നെ B greater than 6. അടുത്തത് ഫങ്ഷൻസ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ, ഓൾ റിലേഷൻസ് ആർ നോട്ട് ഫങ്ഷൻസ് അല്ലേ. ഓൾ ഫങ്ഷൻസ് ആർ റിലേഷൻ. ഒരു റിലേഷൻ ഫങ്ഷൻസ് ആയിരിക്കണമെങ്കിൽ എന്താണ്? എ ടു ബി ആണെങ്കിൽ എവരി എലിമെൻറ്റ് ഇൻ എ ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ ബി. ദർ ആർ നോ ടു ഓർഡേഴ്സ് ദ സെയിം എക്സ് എലിമെൻറ്റ്. ഇതിപ്പോൾ 1 3 1 5 അങ്ങനെ വരാൻ പാടില്ല. ഇനി ഇതിൽ തന്നെ ഈ വർഷം നിങ്ങൾ പഠിക്കുന്ന എന്താ? 1 1 1 1 ഓർ മെനി 1. പിന്നെ ഇൻറ്റു ഓർ 1 2. ഇൻജക്റ്റീവ്. ഇവിടെ 1 1 ഫങ്ഷൻ ആണ് ഇൻജക്റ്റീവ്. 1 1 ഫങ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 1. ഇതിൻ്റെ വേറൊരു പേരാണ് ഇൻജക്റ്റീവ്. ഇങ്ങനെ 1 2 1 ഇങ്ങനെ എഴുതുന്നു. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈസ് ഈക്വൽ ടു x2. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ y കോർഡിനേറ്റ് റിപ്പീറ്റ് ചെയ്യരുത്. അത്രയും നിങ്ങൾ ഓർത്താലും മതി. ഇപ്പോൾ 1 3 ഉണ്ട്, 2 3 ഇങ്ങനെ വന്നാൽ ഇതെന്താണ്? 1 1 അല്ല. കാരണം ഇവിടെ y എലിമെൻറ്റ് 3ക്ക് 2 പ്രീ ഇമേജസ് ഉണ്ട് അല്ലേ. അപ്പോൾ y എലിമെൻറ്റ് റിപ്പീറ്റ് ചെയ്താൽ എന്താണത്? 1 1 ഫങ്ഷൻ അല്ല. ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. അതാകുമ്പോൾ എളുപ്പമുണ്ട്. ഇനി 1 1 അല്ലെങ്കിൽ നോക്കാൻ എന്ത് പറയാം? അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് മെനി 1. 1 1ൻ്റെ വേറൊരു പേരാണ് ഇൻജക്റ്റീവ്. ഇനി സർജക്റ്റീവ് അല്ലെങ്കിൽ ഓൺ ടു. എ ടു ബി ആണ് നമ്മളിപ്പോൾ ഒരു ഫങ്ഷൻ എടുക്കുന്നതെങ്കിൽ എവരി എലിമെൻറ്റ് ഇൻ ബി ഹാസ് എ പ്രീ ഇമേജ് ഇൻ എ. ബിയിൽ നമ്മൾ ഏത് എലിമെൻ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് എവിടെ ഉണ്ടായിരിക്കണം? എയിലുണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എലിമെൻറ്റിനെങ്കിലും പ്രീ ഇമേജ് ഇല്ലേ? നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. ഇവിടെ 1 1ഉം ഓൺ ടുവും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫങ്ഷൻ നമുക്ക് എന്ത് പറയാം? ബൈജക്റ്റീവ്. ബൈ എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻ അല്ലേ. 1 1 ആൻഡ് ഓൺ ടു. ഓൺ ടു ആയിരിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എവരി എലിമെൻറ്റ് ഇൻ ബി ഹാസ് എ യുണീക്ക് ഇമേജ്, പ്രീ ഇമേജ്. യുണീക്ക് അല്ല, എവരി എലിമെൻറ്റ് ഇൻ ബി ഹാസ് എ പ്രീ ഇമേജ് ഇൻ എ. അങ്ങനെ വരണം. അതാണ് ഓൺ ടു. ഓൺ ടുവിന് വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. റേഞ്ച് ഓഫ് ഫങ്ഷൻ. ഓൺ ടു ഫങ്ഷൻ ആണെങ്കിൽ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സെറ്റ് ബി ആയിരിക്കും. സോറി, സെറ്റിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ എഴുതണ്ട, ബി. എ ടു ബി എന്ന് പറയുമ്പോൾ, കാരണം ഇവിടെ ബി എല്ലാ എലിമെൻറ്റിനും പ്രീ ഇമേജ് വരണമെന്ന് പറയും. ഇപ്പം നമ്മൾ റേഞ്ച് എടുക്കുമ്പോൾ എന്ത് വരും? ബി ഫുൾ വരും അല്ലേ. റേഞ്ച് ഓഫ് അങ്ങനെ വന്നാൽ മാത്രമേ അത് ഓൺ ടു ആകത്തുള്ളൂ. എക്സ് ടു വൈ ആണെങ്കിൽ റേഞ്ച് ഓഫ് എഫ് എന്തായിരിക്കണം? വൈ. വൈ സെറ്റ് ഫുൾ വരണം. ഇനി 1 1 ഓൺ ടു വരുന്ന ഫങ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആയിരിക്കണമെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ. 1 1 ആൻഡ് ഓൺ ടു. നമ്പർ ഓഫ് ഫങ്ഷൻസ്. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ ബി, സോറി എം. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ബി എന്നെടുക്കുക. നമ്പർ ഓഫ് ഫങ്ഷൻസ്
ഫ്രം എ ടു ബി എന്നുണ്ടെങ്കിൽ n റേസ് ടു m ഇത്രയും ഫങ്ഷൻസ് നമുക്ക് എഴുതാം. നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്നിട്ട് നമുക്ക് എന്തെഴുതാം? n റേസ് ടു m. നിങ്ങളൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഈ സ്കീമിനൊക്കെ നിങ്ങൾക്ക് എഴുതുന്ന കുട്ടികളായിരിക്കും കൂടുതലും. നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ബി റേസ് ടു നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ. Example 8. F from n to n. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. ഈ എഴുതുന്ന ലെറ്റേഴ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം കേട്ടോ. ഹോൾ നമ്പർ വരാം, റിയൽ നമ്പർ വരാം, R to R. അപ്പം അതിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. f of x is equal to 2x. 1 1 but not on 2 എന്ന് പ്രൂവ് ചെയ്യണം. f of x1 is equal to f of x2. 2x1 f of x 2x ആണ്. f of x1 എന്താവും? 2x1 അല്ലേ? 2x2 2 ക്യാൻസൽ. therefore f is 1 1. ഇനി നമുക്ക് ഓൺ ടുവിന് ചിലതിലൊക്കെ നമുക്ക് നമ്പർ ചെക്ക് ചെയ്താലും മതി. ജനറലായിട്ട് എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ y. ചിലതിൽ നമുക്ക് ജനറലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിപ്പോഴും f of x 2x ആണ് അല്ലേ? വൈയും നാച്ചുറൽ നമ്പറാണ്, എക്സും നാച്ചുറൽ നമ്പറാണ്. അപ്പം നമുക്കിവിടെ നാച്ചുറൽ നമ്പർ ഉണ്ടല്ലോ. 2x ഈസ് ഈക്വൽ ടു 1. എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 1/2. f of 1/2 ആണ് നമുക്ക് ഇവിടെ 1 കിട്ടുന്നത് അല്ലേ? പക്ഷേ ഈ 1/2 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണോ? അല്ല. 1/2 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് n. ഇപ്പോൾ ഇവിടെ 1 3 5 7 അതിനൊന്നിനും പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ കുറേ എലിമെൻറ്റ്സ് അങ്ങനെ പ്രീ ഇമേജ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു എലിമെൻ്റ് ആയിരുന്നാലും അതിന് പ്രീ ഇമേജ്, ഇവിടെ ഒരു എക്സുമായിട്ടൊരു കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. ഇവിടെ therefore f is not on to. ഇവിടെ തന്നെ നോക്കിയാൽ 2x എന്ന് പറയുമ്പോൾ എന്താ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സിന് നമ്മൾ എന്താ? ഈവൻ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇമേജസ് എല്ലാം എന്താണ്? ഈവൻ നമ്പേഴ്സാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാമല്ലോ, ഓഡ് നമ്പേഴ്സിനൊന്നിനും പ്രീ ഇമേജ് ഇല്ല. പിന്നെ അതുകൊണ്ട് ഓൺ ടു അല്ല. അങ്ങനെ 1-2 രീതിയിൽ നമുക്ക് എഴുതാം. എക്സസൈസ് 1.2 ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.